ആ പരാതിക്കാരനെ ഒന്ന് കേൾക്കട്ടെ. ശ്രീ സജിമോൻ പാറയിൽ, താങ്കൾ ഒരു സിനിമാ നിർമ്മാതാവാണോ? അതെ. എത്ര സിനിമ നിർമ്മിച്ചു? എത്ര സിനിമ നിർമ്മിച്ചു? ഞാൻ മുഖ്യധാരയിൽ ഒരു സിനിമയും പിന്നെ രണ്ടുപേരോട് അസോസിയേറ്റ് ചെയ്ത് 2 സിനിമകളും. അപ്പോഴേക്കും ഈ പരാതിക്കാരുടെ പട്ടികയിൽ താങ്കൾ വന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തായിരുന്നു താങ്കളുടെ താല്പര്യം കോടതിയെ പോകുന്നതിൽ? അല്ല, ഞാൻ കോടതിയിൽ പോയത് എനിക്ക് സ്വയമായിട്ട് തോന്നിയൊരു വികാരമാണ്. എന്നെ അസ്വസ്ഥപ്പെടുത്തിയ വികാരം അതാണ്. അത് ഇതുവരെ ഹേമ കമ്മീഷൻ നിയമത്തിന് മുമ്പിൽ വന്നിട്ടില്ല. നിയമത്തിന് മുമ്പിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ എന്റെ വിചാരമുള്ളൂ. അല്ല, എന്താണ് താങ്കളുടെ മനസ്സിൽ വന്നതെന്ന് പറയാമോ? ഒന്ന് വിശദീകരിക്കാമോ? അല്ല, അത് മീഡിയക്കകത്ത് വന്നതും ഈ റിപ്പോർട്ടിനെ കുറിച്ചും പല കാര്യങ്ങളും ഇപ്പം പൊതു സമൂഹത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വന്ന എല്ലാവർക്കും തോന്നിയ പോലെ വികാരം, ആ വികാരമാണ് ഞാൻ എന്റെ അഡ്വക്കേറ്റ്. എല്ലാവരുടെയും തോന്നിയ വികാരമായിട്ട് താങ്കൾ പറയണ്ട, താങ്കളുടെ വികാരമാണ് ഇപ്പോൾ പറയേണ്ടത്. താങ്കൾ ഈ മലയാള സിനിമയിൽ സ്ത്രീ ചൂഷണം ഇല്ല എന്ന് കരുതുന്നുണ്ടോ? സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നില്ല എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നും എന്റെ പരാതിയിലോ അല്ല എന്റെ വ്യക്തിപരമായ ചോദ്യം താങ്കളോട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഞാൻ ചോദിക്കുകയാണ് താങ്കളോട്. അങ്ങനെ ഞാൻ സ്ത്രീ ചൂഷണം ഉണ്ടോ ഇല്ലയോ എന്ന് എന്റെ പരാതിയിലെ ഒരു വിഷയം പോലുമല്ല. അതിനകത്ത് സ്ത്രീ സമത്വം ഉണ്ടാവണമെന്നും സ്ത്രീകളുടെ സുരക്ഷ സംരക്ഷിക്കപ്പെടണമെന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് താങ്കൾ ആവശ്യപ്പെട്ടത്? അല്ല, അത് ഇപ്പം റിപ്പോർട്ട് ചാനൽ ഉൾപ്പെടെയുള്ള മീഡിയയിൽ വന്ന കാര്യത്തെ കുറിച്ച് പറയേണ്ടതേ. താങ്കൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുമെങ്കിൽ പറയൂ. എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് താങ്കൾ ആഗ്രഹിച്ചു? എന്തായിരുന്നു അതിലെ താല്പര്യം? അതോ താങ്കൾ മറ്റാരുടെയൊക്കെയോ താല്പര്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അതൊരു വേണ്ടാത്ത ചോദ്യമായപ്പോ ആ ചോദ്യം മറ്റാരുടെ താല്പര്യം സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കെന്താണുള്ളത്? എനിക്ക് തന്നെ ബാധ്യത തോന്നുന്നില്ല ആരുടെ താല്പര്യം. അപ്പൊ എന്താണ് താങ്കളുടെ താല്പര്യം എന്ന് പറയൂ. അല്ല, നമ്മളത് വ്യക്തമായിട്ട് ആ കോടതിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓർഡർ കിട്ടിയ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ പ്രമുഖനായ ഒരു നേതാവിന്റെ ഇതുമായ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ വസ്തുതയില്ലാതെ റിപ്പോർട്ട് വന്നു, സബ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബവും അല്ലെങ്കിൽ അദ്ദേഹവും വീണ്ടും നിയമവ്യവസ്ഥയിലേക്ക് പോയപ്പോഴത്തേന് ആ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും സ്വാധീനിക്കാവുന്ന തെളിവുകളില്ല എന്ന് വന്നിട്ടുണ്ട്. അതും എന്നെ സ്വാധീനിച്ച ഒരു കാര്യമാണ് ഈ റിപ്പോർട്ടിനെതിരെ കോടതി പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടിപ്പോൾ ഹൈക്കോടതിയുടെ വിധിയെ എങ്ങനെ കാണുന്നു? അല്ല, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പരമോന്നത നീതിപീഠത്തിന് മുന്നിലേക്ക് ഈ ഒരു റിപ്പോർട്ടിനെ കൊണ്ടെത്തിക്കുക എന്നും മാത്രമുണ്ടാകും. പിന്നെ കോടതി വിധി പറഞ്ഞു, അത് കോടതി ഏത് വിധിയാണെങ്കിലും സ്വാഗതാർഹമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ല. അപ്പൊ ഇവിടെ നിർത്തുകയാണോ നിയമ പോരാട്ടം? അല്ല, ഇന്ന് ഞാൻ അത് കോടതിയിൽ വിധിക്കാത്തുണ്ടല്ലോ. ഞാനത് പൊതു താല്പര്യ ഹർജിയാണ് കൊടുത്തത്. അപ്പൊ കോടതി വിലയിരുത്തി പൊതു താല്പര്യ ഹർജിയല്ല, എന്റെ വ്യക്തിപരമായ ഒരു പരാതി എന്ന രീതിയിലാണ് കോടതി ഇന്ന് വിധി പറഞ്ഞത്. അപ്പം ആ പോരാട്ടം ആലോചിച്ച് മാത്രം, ഞാൻ എന്റെ വക്കീലുമായിട്ട് ആലോചിച്ച് മാത്രം നാളെ വേണമെങ്കിൽ വേണം, അല്ലെങ്കിൽ വേണ്ട തന്നെ വെക്കും. ശരി, താങ്കൾ ആലോചിക്കാനുള്ളവരുമായിട്ട് ആലോചിക്കൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.